ഹായ് ഫ്രണ്ട്സ്, ജെനീസ് ബ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കുന്ന ഒരു ഹൽവയുടെ റെസിപ്പിയാണ്. സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് തയ്യാറാക്കുന്ന ഒരു റെസിപ്പി തന്നെയാണിത്. അപ്പോൾ എപ്പോഴും പറയുന്നതിൻ്റെ തൊട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ കൂടെ വരുന്ന ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യാൻ മറക്കല്ല, ഓൾ എന്ന ഓപ്ഷനും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിനു വേണ്ടി ഞാനൊരു 100 ഗ്രാം കസ്റ്റർഡ് പൗഡർ എടുത്തിട്ടുണ്ട്. കസ്റ്റർഡ് പൗഡർ എല്ലാ സൂപ്പർ മാർക്കറ്റിലും അവൈലബിൾ ആണ്. ഒരു 100 ഗ്രാമിന് 40 രൂപ റേറ്റിലാണ് വരുന്നത്. അപ്പോൾ അത് 100 ഗ്രാമോളം ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിരിക്കുന്നത് ഷുഗറാണ്. അത് നമ്മൾ 240 ml കപ്പിൽ ഒരു 1.5 കപ്പ് പഞ്ചസാര ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഹൽവയ്ക്ക് ആവശ്യമായിട്ടുള്ള നെയ്യാണല്ലോ മെയിനായിട്ടുള്ളത്. അപ്പോൾ ആ നെയ്യ് ഒരു 100 ഗ്രാമോളം ഞാൻ എടുത്തിട്ടുണ്ട്. കാഷ്യൂനട്ട്സ് ഞാൻ കുറച്ച് ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു നമ്മുടെ ഹൽവയ്ക്ക് ഒരു ടേസ്റ്റിന് വേണ്ടിയും പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടിയാണ് നട്ട്സ് ചേർത്ത് കൊടുക്കുന്നത്. അത് കുറച്ച് ഉണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 5 ഏലക്കായ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇത് വെള്ള എള്ളാണ്. ഇത് ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് ചേർക്കാം. എൻ്റെ ഉള്ളത് കൊണ്ട് ഞാനിപ്പം ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളതേ ഉള്ളൂ. അപ്പം ഇത് ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർക്കുക, ഒരു ടേസ്റ്റിന് വേണ്ടിയും അല്ലെങ്കിൽ ഒരു നമുക്ക് ഹലുവ ഒരു ഭംഗിക്ക് വേണ്ടി നമ്മൾ ഇത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് ഞാനൊരു ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ആദ്യമേ നമുക്ക് ചെയ്യേണ്ടത് ഈ കസ്റ്റർഡ് പൗഡർ കട്ടയില്ലാതെ നന്നായിട്ടൊന്ന് കലക്കിയെടുക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി ഞാൻ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. ഒട്ടും കട്ടയില്ലാതെ നമുക്ക് ഇത് കലക്കിയെടുക്കണം. നമ്മളിത് പഞ്ചസാര പാനിയിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ പെട്ടെന്ന് കട്ട പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്, ചൂടിനകത്തിലൊക്കെ ഒഴിക്കുമ്പോൾ. അപ്പോൾ അതുകൊണ്ടാണ് നേരത്തെ നമ്മളത് കട്ടയില്ലാതെ ഇത് വെള്ളത്തിൽ യോജിപ്പിച്ചെടുക്കുന്നത്. അപ്പോൾ കസ്റ്റർഡ് പൗഡർ ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനി നമുക്ക് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്ക് പഞ്ചസാര പാനിയാക്കിയെടുക്കാം. അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ ചുവട് കട്ടിയുള്ള ഒരു പാത്രം വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ പാനോ വല്ലതും വെച്ച് കൊടുക്കുക. കാരണം ഹലുവയൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് അടിക്ക് പിടിക്കാനൊക്കെ കൊണ്ടുള്ള ചാൻസസ് ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന ഷുഗർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് മെൽറ്റ് ചെയ്യാൻ വേണ്ടി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ 1 കപ്പോളം വെള്ളം ഇതിനകത്തിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനി നമുക്ക് ഈ പഞ്ചസാര നന്നായിട്ട് മെൽറ്റായിട്ട് വരണം. അപ്പോൾ നമ്മുടെ പഞ്ചസാര ഇവിടെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് കലക്കി വെച്ചിരിക്കുന്ന കസ്റ്റർഡ് പൗഡർ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. കൈയെടുക്കാതെ തന്നെ നമുക്കിത് ഇളക്കി കൊടുക്കണം. ഇത് നന്നായിട്ടൊന്ന് കുറുകി വരുന്നിടം വരെ നമുക്ക് ഇപ്പം നന്നായി ഇതൊന്ന് കുറുക്കിയെടുക്കാം. നമുക്കൊക്കെ വലിയ ആൾക്കാർക്കൊക്കെ ഹൽവ എന്ന് പറയുന്നത് കോഴിക്കോട് ഹൽവ അല്ലെങ്കിൽ കറുത്ത ഹൽവ ഒക്കെയാണ് താല്പര്യമുള്ളത്. പക്ഷെ കുഞ്ഞുങ്ങൾക്കൊക്കെ വരുന്ന സമയത്ത് അവർക്ക് ഇതുപോലെ വെറൈറ്റി ആയിട്ടൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നവർക്ക് വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് ഈ സീഡ്സ് ഒക്കെ ആണെങ്കിൽ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണല്ലോ. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിൽ ഇതുപോലെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ നല്ല തിക്കാകാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ സമയത്ത് നമ്മൾ തീ നന്നായി തന്നെ കുറച്ച് വെക്കണം. എന്നിട്ട് കൈ എടുക്കാതെ തന്നെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. അപ്പോൾ നമ്മുടെ ബാറ്റർ നന്നായിട്ട് ഇവിടെ തിക്കായിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്കിനി നെയ്യ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിനകത്തിൽ ഒരു 1.5 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഓരോ വട്ടവും നമ്മൾ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നത് ഇതിനകത്ത് യോജിച്ച് കഴിയുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഓരോ സ്പൂൺ വെച്ച് ഞാൻ ടേബിൾ സ്പൂണിലാണ് നെയ്യ് ചേർത്ത് കൊടുക്കുന്നത്. ഓരോ ടേബിൾ സ്പൂൺ വെച്ച് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക.
ഇപ്പോൾ ഏകദേശം നമ്മുടെ ഹൽവ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന ഏലക്കായ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്യൂനട്ട്സ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ശേഷം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇതിലൊരു 6 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്തിട്ടുണ്ട്. അത് തിരിച്ചിറങ്ങി ഹൽവ പാത്രത്തിൽ നിന്ന് വിട്ടുവരുന്ന ഒരു ഭാഗമാണ് ഹൽവ റെഡി ആവുന്നത്. ഏകദേശം ഇപ്പം റെഡി ആയിട്ടുണ്ട് നമ്മുടെ ഹൽവ. അപ്പോൾ ഇതിനെ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു ട്രേ ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്യുന്ന ട്രേയിലേക്ക് നെയ്യ് എല്ലാ സൈഡിലേക്കും നന്നായി നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഗ്രീസ് ചെയ്ത ട്രേയിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന എള്ള് കുറച്ച് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഈ ഹൽവ അതിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം. ഇനി ആ ട്രേയിൽ നന്നായി നമുക്കതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്, സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഹൽവ ഇവിടെ തണുത്തിട്ടുണ്ട്. ഇതിന് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ആദ്യം ഈ സൈഡൊക്കെ ഒന്ന് വിടിവിച്ചെടുക്കാം. നമുക്കിതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ സോഫ്റ്റ് ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ വരുന്ന ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യാൻ മറക്കല്ല, ഓൾ എന്ന ഓപ്ഷനും. അപ്പോൾ വേറൊരു വീഡിയോയുമായി കാണും വരെ ബൈ.